കഴിഞ്ഞ ദിവസം തെലുങ്ക് സൂപ്പർ സ്റ്റാർ രാം ചരണിന്റെ പുതിയ ചിത്രമായ പെഡ്ഡിയുടെ പ്രൊമോഷൻ വേദിയിൽ വെച്ചുണ്ടായ ഒരു സംഭവം സിനിമാ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയായിരുന്നു. വേദിയിലേക്ക് പാഞ്ഞെടുത്ത ഒരു ആരാധകനെ മിന്നൽ വേഗത്തിൽ ഒറ്റക്കൈ കൊണ്ട് തൂക്കിയെടുത്ത് മാറ്റിയ രാം ചരണിന്റെ പേഴ്സണൽ ബോഡിഗാർഡാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ താരം. ഈ മാസ് പ്രകടനത്തോടെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ നെഞ്ചിലേറ്റിയ ആ സുരക്ഷാ ജീവനക്കാരന്റെ പേര് കെവിൻ കുന്ദ എന്നാണ്. താരങ്ങളോടുള്ള അമിതമായ ആരാധന മൂലം സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷൻ ബാരിയറും ഒക്കെ മറികടന്ന് അവരുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന ആരാധകരുടെ വീഡിയോകൾ നമ്മളെപ്പോഴും കാണാറുണ്ട്. ചിലപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ താരങ്ങൾ ഒന്ന് പേടിക്കാറുമുണ്ട്. കഴിഞ്ഞ ദിവസം തെലുങ്ക് സൂപ്പർ സ്റ്റാർ രാം ചരണിന്റെ പ്രൊമോഷൻ വേദിയിലേക്ക് പാഞ്ഞെടുത്ത ഒരു ആരാധകനെ ഒറ്റക്കൈക്ക് തൂക്കിയെടുത്ത് മാറ്റുകയായിരുന്നു കെവിൻ കുന്ദ. ഇതിനിടയിലുണ്ടായ പെട്ടെന്നുള്ള തള്ളലിൽ അടുത്തിരുന്ന നടി ജാൻവി കപൂർ വരെ ആ വേദിയിൽ വീഴാൻ പോകുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. പിന്നീട് ആ ആരാധകനെ രാം ചരൺ അരികിലേക്ക് വിളിച്ച് സംസാരിക്കുകയും ഒപ്പം നിർത്തി ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു. അതോടെ ആരാണ് ഈ സെക്യൂരിറ്റി പേഴ്സൺ കെവിൻ കുന്ദ എന്ന ചോദ്യവും ഉയർന്നിരുന്നു. കഴിഞ്ഞ 4 വർഷമായി രാം ചരണിനും കുടുംബത്തിനും സുരക്ഷ ഒരുക്കുന്ന വിശ്വസ്തനാണ് കെവിൻ കുന്ദ. ഇയാളൊരു സാധാരണ സുരക്ഷാ ജീവനക്കാരനല്ല, മറിച്ച് ഗാംബിയൻ അന്താരാഷ്ട്ര പ്രൊഫഷണൽ MMA അതായത് മിക്സഡ് മാർഷ്യൽ ആർട്സ് ഫൈറ്ററാണ്. യഥാർത്ഥ പേര് അബ്ദു കദീർ സോവ് എന്നാണ്. 6 അടി 5 ഇഞ്ച് ഉയരമുള്ള അതികായനാണ് കെവിൻ. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം കെവിൻ കുന്ദയുടെ പ്രതിഫലം ഒരു ദിവസത്തേക്ക് മാത്രം 2 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെയാണ്. ആ കണക്കിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളോ പ്രൊമോഷൻ പരിപാടികളോ കഴിയുമ്പോഴേക്കും കോടികളാണ് ഈ ഗാംബിയൻ ഫൈറ്ററുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത്. എന്നാൽ ഇതുപോലുള്ള ഒരു ഫൈറ്റർ ഒപ്പമുള്ളപ്പോൾ രാം ചരണിന് ധൈര്യമായി എവിടെയും പോകാം എന്നാണ് ആരാധകർ പറയുന്നത്. കെവിൻ ഇങ്ങനെ ജനശ്രദ്ധ നേടിയതോടെ മറ്റൊരു അംഗരക്ഷകനും ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. സൂപ്പർ താരവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയ് തന്റെ സ്വകാര്യ അംഗരക്ഷകനൊപ്പം യാത്ര ചെയ്യുന്നത് എന്തുകൊണ്ടെന്നും സംസ്ഥാന സുരക്ഷയെ വിശ്വാസമില്ലേ എന്നും ചോദിക്കുകയാണ് AIADMK MP ആയ ഇമ്പദുരൈ. ഈ വിഷയത്തിൽ തമിഴ്നാട് സർക്കാർ വിശദീകരണം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലവിൽ മുഖ്യമന്ത്രി വിജയ്ക്ക് Z+ കാറ്റഗറി സുരക്ഷയാണുള്ളത്. അദ്ദേഹത്തിനുള്ള ഭീഷണികൾ കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാരാണ് ഈ സുരക്ഷ ഏർപ്പെടുത്തിയത്. വിജയ് എവിടെ പോയാലും അദ്ദേഹത്തിന് ആയുധധാരികളായ കമാൻഡോകളുടെയും സംസ്ഥാന പോലീസിന്റെയും സുരക്ഷയുണ്ട്. എന്നാൽ ഇത്രയും വിപുലമായ സുരക്ഷാ വലയം ഉണ്ടായിട്ടും വിജയിന്റെ സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥനായ നയീം മൂസയെ എല്ലായിടത്തും കാണാം. മലയാളിയായ നയീം മൂസ മാഹി സ്വദേശിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിജയുടെ പേഴ്സണൽ ബോഡിഗാർഡാണ് നയീം മൂസ. ദുബായിൽ സ്ഥിരതാമസമാക്കിയ ഇദ്ദേഹത്തിന് ഒരു സ്വകാര്യ സെക്യൂരിറ്റി വിംഗ് ഉണ്ട്. ദുബായിൽ ഒരു സെക്യൂരിറ്റി കമ്പനിയിൽ ജോലി ചെയ്യുന്ന നയീം മൂസ 2008 ജെൻഡൂർ സെക്യൂരിറ്റി സർവീസസ് എന്ന പേരിൽ സ്വന്തമായി ഒരു സ്ഥാപനം ആരംഭിക്കുകയായിരുന്നു. കേരളത്തിലും ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട്. പ്രമുഖർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ ഈ കമ്പനിക്ക് വലിയ പങ്കുണ്ട്. ബോളിവുഡ് കോളിവുഡ് താരങ്ങൾക്കും ദുബായിൽ വരുന്ന വിദേശ പ്രമുഖർക്കും നയീം മൂസയുടെ സ്ഥാപനം സുരക്ഷ നൽകിയിരുന്നു. ഒരിക്കൽ നടി രശ്മിക മന്ദാന കേരളത്തിൽ ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥനായി എത്തിയത് നയീമായിരുന്നു. അന്ന് നടിക്കൊപ്പം സെൽഫി എടുക്കാനെത്തിയ ആരാധകൻ നടിയുടെ ദേഹത്ത് സ്പർശിക്കാൻ ശ്രമിച്ചപ്പോൾ അത് തടയാൻ ശ്രമിച്ച നയീമിന്റെ വീഡിയോ അന്ന് വൈറലായിരുന്നു. വിജയുടെ പാർട്ടി പരിപാടികളായ വിക്രവാണ്ടി മധുര സമ്മേളനങ്ങളിൽ കേരളത്തിൽ നിന്ന് എത്തിച്ച ബൗൺസർമാരെ നിയന്ത്രിച്ചതും നയീം മൂസയുടെ നേതൃത്വത്തിലായിരുന്നു. അതിനുശേഷം വിജയ്ക്ക് നയീം മൂസയുള്ള വിശ്വാസം വർദ്ധിക്കുകയും അദ്ദേഹത്തെ തന്റെ വ്യക്തിപരമായ സുരക്ഷാ ഉദ്യോഗസ്ഥനായി നിയമിക്കുകയും ചെയ്തു. ഇപ്പോൾ സൂപ്പർ താരം എന്ന നിലയിൽ നിന്നും മാറി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടും നയീം മൂസയുടെ സേവനങ്ങൾ നിർത്താൻ വിജയ് ഉദ്ദേശിക്കുന്നില്ല. അത്രത്തോളം വിശ്വസ്തനാണ് അദ്ദേഹത്തിന് നയീം മൂസ. നയീം മൂസയെ മലയാളികൾ സ്നേഹത്തോടെ ഓർമ്മിക്കാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ സംഭാവന കൊടുത്ത ആളുമാണ് ജെൻഡൂർ സെക്യൂരിറ്റി ഉടമയായ നയീം മൂസ.